നമുക്കറിയാം ഇന്ന് നമ്മുടെ കേരളത്തിന്റെ സ്ഥിതിഗതികളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്നതാണ് നമ്മുടെ കൊച്ചു കേരളം. നമ്മുടെ ആർഷഭാരതത്തിന്റെ തനിമ നഷ്ടപ്പെട്ടുകൊണ്ട് മയക്കുമരുന്നിന്റെയും മദ്യപാനത്തിന്റെയും ദുരുപയോഗങ്ങൾ കൂടി വരുന്ന ഈ കാലഘട്ടങ്ങളിൽ അനേക ചെറുപ്പക്കാർ പാൻ മസാലകളും MDMA പോലുള്ളതായ മയക്കുമരുന്നുകളും ഉപയോഗിച്ച് ലഹരി ഉൽപ്പന്നങ്ങളുടെ അതിപ്രസരണം നിമിത്തം വളരെ വേദനകളും പ്രയാസങ്ങളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഒരു കാലത്ത് ഞങ്ങൾ ഇതുപോലെ രോഗമോഹങ്ങളിലും ദൈവത്തെ അറിയാതെ, ദൈവത്തെ ഭയപ്പെടാതെ, ദൈവത്തെ മഹത്വപ്പെടുത്താതെ ജീവിച്ച കാലഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് ദൈവം ഞങ്ങളെ തിരിച്ചു വേർതി ഇങ്ങനെ ഒരു നല്ലൊരു ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അങ്ങനെ ഈ ദൈവത്തെ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. ആ ദൈവ സ്നേഹത്തിലാണ് ഇവിടെ കടന്നു വന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള, നമ്മുടെ ഈ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുത്, മദ്യപാനത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് അവിടെ ജീവിതം നഷ്ടമാക്കരുത് എന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ദേശത്ത് കടന്നു വരുവാൻ ദൈവം സഹായിച്ചത്. ദൈവസ്നേഹമാണ് ഞങ്ങളെ അതിന് പ്രേരിപ്പിച്ചത്. ആ ദൈവസ്നേഹം നിമിത്തം ഞങ്ങൾക്ക് ഈ പട്ടണത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരല്പ ചില സമയങ്ങൾ ഞങ്ങളുടെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഞങ്ങളുടെ പാടിയത് അതിനകത്ത് വലിയ അർത്ഥങ്ങളുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനകത്ത് വലിയ അർത്ഥങ്ങളുണ്ട്. ഞങ്ങൾ കടന്നു വന്നത് ഈ ദേശത്തിൽ സമാധാനം ഉണ്ടാകണം, ഈ ദേശത്തിൽ സന്തോഷം ഉണ്ടാകണം, ഈ ദേശത്തിൽ ആനന്ദം ഉണ്ടാകണം. നമ്മൾ ഇന്ന് ലോകത്ത് നോക്കിയാൽ മനുഷ്യന് സമാധാനമില്ല. മനുഷ്യന് സമാധാനം കണ്ടെത്താൻ പല നിലവാരങ്ങൾ, പല മാർഗങ്ങൾ അവർ കണ്ടെത്തുന്നു. ഞാൻ പറയാം, നമുക്ക് പണമുണ്ടെങ്കിൽ നമുക്ക് ആ കെട്ടിടങ്ങൾ പണിയാം, നമുക്ക് പണമുണ്ടെങ്കിൽ നല്ല കട്ടിൽ വാങ്ങാം, നമുക്ക് പണമുണ്ടെങ്കിൽ നമുക്ക് നല്ല തലയണ വാങ്ങാം, നമുക്ക് പണമുണ്ടെങ്കിൽ മറ്റേ ഇവിടെ ആഹ്ലാദകരമായ ജീവിതം നമുക്ക് നയിക്കാം. പക്ഷേ അതിനകത്ത് സമാധാനത്തോടു കൂടി കിടന്നിറങ്ങുവാൻ കഴിയണമെങ്കിൽ ഇന്ന് സമാധാനം നഷ്ടപ്പെട്ട ഭവനങ്ങൾ, ദേശങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്തിട്ട് മനുഷ്യന് സമാധാനമില്ല. പണമുണ്ട്, സമാധാനമില്ല. നല്ല സൗകര്യങ്ങളുണ്ട്, നല്ല വീടുകളുണ്ട്, പക്ഷേ സമാധാനമില്ല. നല്ല മക്കളുണ്ട്, സമാധാനങ്ങളില്ല. 3-4 കുടുംബത്തിലെ അംഗങ്ങളുണ്ട്, പക്ഷെ സമാധാനമില്ല. നമുക്ക് പലവിധമാകുന്ന സൗകര്യങ്ങൾ കൂടി വരുന്നു, വാഹനങ്ങൾ കൂടി വരുന്നു, പ്രതാപങ്ങൾ കൂടി വരുന്നു, പക്ഷെ മനുഷ്യന് സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോ ഈ ആർഷഭാരതത്തിന്റെ സ്ഥിതിഗതികൾ വല്ലാതെ മോശമായി ജീവിത നിലവാരങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോ മനുഷ്യൻ എവിടെയാണ് സമാധാനം? മതത്തിൽ ആശ്രയിക്കുന്നു, മതത്തിൽ നിന്ന് സമാധാനം ലഭിക്കുന്നില്ല. രാഷ്ട്രീയത്തിലേക്ക് നോക്കുന്നു, രാഷ്ട്രീയത്തിനും സമാധാനമില്ല. മറ്റ് സമുദായത്തിലേക്ക് നോക്കുന്നു, അവിടെ നിന്നും ഒരു സമാധാനം ലഭിക്കാതെ മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടങ്ങളിൽ ഈ കൊച്ചു കേരളത്തിന്റെ ഒരു അറ്റമായി തിരുവനന്തപുരത്തിന്റെ ഈ പ്രാന്തപ്രദേശങ്ങളിൽ ഞങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തതിന്റെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല.